ഇതേ അശ്വന്ത് ഗോക്ക് മാത്രമല്ല, ഇൻക്ലൂഡിംഗ് പേളി മാണി പൈസ വാങ്ങിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പേളി മാണിക്ക് 1.5 ലക്ഷം ബില്ലിട്ട് കൊടുത്ത ആൾക്കാരുണ്ട് ഇവിടെ. എന്തായാലും നേരിടുക തന്നെ. പ്രശ്നങ്ങൾ വരുമ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. പേളി മാണി ഷോയെ കുറിച്ച് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. വമ്പർ റീച്ചുള്ള പരിപാടിയാണ്. എന്ന് വെച്ചാൽ അതിന്റെ അഹംഭാവം അവനില്ലട്ടാ. അതായത് ഒരു സിനിമയുടെ പ്രൊമോഷൻ വർക്കിന് വേണ്ടി ഒരു PR കമ്പനിനെ ഏൽപ്പിക്കല്ലോ. ഇങ്ങനെ സിനിമയുടെ പ്രൊമോഷൻ ഏറ്റെടുക്കുന്ന ആളുകൾ അശ്വന്ത് കോക്കിന്റെയും പേളി മാണിയുടെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്നും പൈസ തട്ടിയെടുക്കുന്നു എന്നുള്ളതാണ് ആരോപണം. നീ അറിഞ്ഞ ഞാൻ പെട്ടു. അതായത് അശ്വന്ത് കോക്ക് നമ്മുടെ സിനിമയ്ക്ക് നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിൽ 1.5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ പേളി മാണി ഷോയിലേക്ക് നമ്മുടെ സിനിമയ്ക്ക് അവസരം കിട്ടണമെന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാണിച്ചിട്ട് ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശം. ചിലപ്പോ ഒരു പലിശക്ക് എടുത്ത പൈസ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ആയുസിന്റെ സമ്പാദ്യമായിരിക്കും. സിനിമയെ കുറിച്ച് ഒരു ചുക്കും അറിയാതെ വന്ന് കയ്യിലുള്ള പൈസ എല്ലാം നഷ്ടപ്പെട്ട് കുത്തുപാള എടുത്ത് എത്രയോ പ്രൊഡ്യൂസർമാരുണ്ട്. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. നമ്മളൊരു പരിപാടിയിൽ പൈസ ഇറക്കുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് അന്വേഷിക്കൂലേ. അറ്റ്ലീസ്റ്റ് നല്ല കഥയാണോ, പണി അറിയാവുന്ന സംവിധായകനാണോ എന്ന് പോലും നോക്കൂല. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. എന്നിട്ട് ഏതെങ്കിലും ഒരു കൂറ പടം പ്രൊഡ്യൂസ് ചെയ്ത് ലാസ്റ്റ് വന്നിരുന്നു അയ്യോ എന്റെ പൈസ പോയി എന്നും പറഞ്ഞ് കരയും. എന്റെ സിനിമ റിവ്യൂ ചെയ്ത് നശിപ്പിച്ചെന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാകും. ഇതൊക്കെ കേട്ടിട്ട് എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. ആ ഒരു സെക്ഷൻ മാത്രം. ബാക്കി എല്ലാം കൂടി മാർക്കറ്റ് ചെയ്ത് വാങ്ങിച്ചിട്ടുള്ള പ്രൊഡ്യൂസർ നിർമ്മാതാവിന്റെ വാങ്ങിച്ചിട്ടുള്ള പൈസയൊക്കെ ഇറങ്ങി ഞെട്ടും. 35, 45, 50 ലക്ഷം മാത്രമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന് വേണ്ടി പോകുന്നത്. എടാ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. സെൽഫ് കൺട്രോൾ. പക്ഷെ പലരും ഭീമമായ തുക വാങ്ങുന്നു എന്നല്ലാതെ മര്യാദക്ക് പ്രൊമോഷൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നിട്ട് സിനിമ പരാജയപ്പെട്ട് കഴിഞ്ഞാണെങ്കിൽ എല്ലാം കൂടി റിവ്യൂവേഴ്സിന് തലയിൽ കൊണ്ടിടും. ഇതിനിടയിൽ കൂടി രക്ഷപ്പെട്ടു പോകുന്നത് ആരൊക്കെയാണ്? 10 പൈസക്ക് ഇല്ലാത്ത കഥയും തിരക്കഥയും എഴുതി ഒരുത്തൻ, ആ തിരക്കഥ എടുത്ത് അതിനേക്കാളും മോശം രീതിയിൽ സംവിധാനം ചെയ്ത വേറൊരുത്തൻ, പിന്നെ വലിയ പൈസ വാങ്ങി മര്യാദക്ക് പ്രൊമോഷൻ നടത്താത്ത വേറൊരുത്തൻ. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ പൊട്ടനാ? ഒരു സിനിമ പരാജയപ്പെടുന്നതിന് പിന്നിലുള്ള ഏറ്റവും വലിയ കാരണക്കാർ ഇവരൊക്കെയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ പല പ്രൊഡ്യൂസർമാർക്കും ബുദ്ധിയില്ല. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? സംവിധായകൻ പറയും ഞാൻ നല്ല കിടിലനായിട്ട് സിനിമ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ റിവ്യൂവേഴ്സ് പണി തന്നു. അവര് നെഗറ്റീവ് അടിച്ചത് കൊണ്ടാണ് സിനിമ പൊട്ടിയതെന്ന് പറയും. അതിൽ എനിക്കും ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ അശ്വന്ത് ഗോക്ക് മാത്രമല്ല, ഇൻക്ലൂഡിംഗ് പേളി മാണി പൈസ വാങ്ങിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പേളി മാണിക്ക് 1.5 ലക്ഷം ബില്ലിട്ട് കൊടുത്ത ആൾക്കാരുണ്ട് ഇവിടെ. തൂക്കിയല്ലോ നാഥ. ഈ ഇൻഡസ്ട്രിയിൽ ബില്ലിട്ട് കൊടുത്ത ആൾക്കാരുണ്ട്. പേളി മാണി ഇന്റർവ്യൂ ചെയ്യുന്നതിന് വേണ്ടി 1.5 ലക്ഷം രൂപ മേടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബില്ലിട്ട് കൊടുത്ത ആൾക്കാരുണ്ട്, ബഡ്ജറ്റ് കൊടുത്ത ആൾക്കാരുണ്ട്. എനിക്കറിയാം. ടീം പോയി, കിടപ്പാടവും പോയി, ആ പാട്ടുണ്ടായിരുന്ന മാനവും പോയി. പ്രമോഷൻ വർക്കിന് പേരും പറഞ്ഞു പ്രൊഡ്യൂസർമാരുടെ കയ്യിൽ നിന്നും ലക്ഷ്യങ്ങൾ തട്ടിയെടുക്കുന്ന PR ഏജൻസികളാണ് ഇവിടുത്തെ യഥാർത്ഥ വില്ലന്മാർ. അവന്റെ നോട്ടം കണ്ടില്ലേ, അടിച്ച് ചവിട്ടി പൊളിക്കോ വേണ്ടത്. എന്തായാലും പേളി മാണിയുടെ പേരും പറഞ്ഞ് ഇതുപോലെ ലക്ഷ്യങ്ങൾ തട്ടിയെടുക്കുന്നുണ്ടെങ്കിൽ പേളി തന്നെ എത്രയും പെട്ടെന്ന് ഇടപെട്ട് നിയമപരമായി നീങ്ങണം എന്നുള്ളതാണ് എന്റെ ഒരു ഇത്. ഞാൻ പോകുന്നു. ബൈ ബൈ.